ഓം ശാന്തി. പലപ്പോഴും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണമെന്നും എന്താണ് നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ നേട്ടങ്ങളെന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു പരിധിവരെ ഒരു കാര്യത്തിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്ക് ആ കാര്യം ചെയ്യാനുള്ളതായിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെത്താൻ കൂടുന്നത്, നമ്മുടെ ഉപബോധ മനസ്സ് തന്നെത്താൻ നമ്മൾ ഉണർത്തുന്നത്. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ നല്ലവരാണ് എന്ന തോന്നലുണ്ടാവും മറ്റുള്ളവരെക്കാളൊക്കെ. ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന 3 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബ്രദറുടെ അനുഭവം ഷെയർ ചെയ്തത് ഞാൻ നിങ്ങളടുത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ബായി പറഞ്ഞിരുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ വീട്ടിൽ മറ്റാരും തന്നെ മെഡിറ്റേറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല, ഒരു ഗൃഹസ്ഥിയാണ്. അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ ആദ്യം ചിന്ത തോന്നിപ്പോവും, ക്ഷീണം മാറിയിട്ടില്ല, ഒന്ന് ഇറങ്ങിയാലോ എന്ന്. പക്ഷേ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി തിരിച്ചു വരുമ്പോൾ തോന്നിപ്പോവും, ഞാൻ എത്ര നല്ലവനാണ്, ഇവരെക്കാളൊക്കെ എത്ര ഹയസ്റ്റാണ് എൻ്റെ സ്റ്റേജ് എന്ന് ഫീൽ ചെയ്തു പോകുമെന്ന് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ഷെയർ ചെയ്തിട്ടൊരു ഫീലിംഗ് ആണിത്. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഈ ലോകത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോലും ഈശ്വരൻ കാത്തിരിക്കുന്ന നിമിഷത്തിൽ ഈശ്വരനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റുമായിട്ട് എനിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടല്ലോ, ഞാൻ എത്രയോ നല്ലതാണ് എന്ന് സ്വയം നമ്മളെക്കുറിച്ചുള്ള ഫീലിംഗ് ആണ് നമുക്ക് ഏറ്റവും അധികം പോസിറ്റിവിറ്റി തരുന്ന സാധനം. അതുകൊണ്ട് പ്രഭാതത്തിൽ ആദ്യ ചിന്തയിൽ തന്നെ നമ്മളെക്കുറിച്ച് നമുക്കൊരു പോസിറ്റീവായിരിക്കുന്ന, ഞാൻ കുറച്ചുകൂടെ നല്ലതാണെന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോഴാണ്. രണ്ടാമത്, ഞാൻ നല്ലതാണ് എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു വലിയ ഗുണമാണ്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രോഗ്രസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ ബെനിഫിറ്റ്, ആര് അതിരാവിലെ ഉണർന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയും അവനവനെ സ്നേഹിക്കുകയും അവനവനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ അവരുടെ ജീവിതം എപ്പോഴും പോസിറ്റീവായിരിക്കും. കാരണം അവർക്ക് കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും. മറ്റെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ സമയത്തും ഉണർന്നിരുന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ലെവലിനെ നന്നായിട്ട് കൂട്ടും. കാരണം അവർക്ക് ഈശ്വരനുമായിട്ടുള്ള സാമീപ്യം, ആ സുഖം, മെഡിറ്റേഷനിലൂടെ ചാർജിങ്, ഇതൊക്കെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിധികളാണ്. ഒരു ചൊല്ല് പറയില്ലേ, നിധിയുടെ മുകളിലിരിക്കുന്ന എലിക്ക് ഉറിയിലിരിക്കുന്ന സാധനം ചാടിപ്പിടിക്കാനാവുമെന്ന് പറയും. എന്നുവെച്ചാൽ അർത്ഥം, സ്വന്തം ശക്തിയുള്ളവർക്കാണ് മുന്നോട്ട് പോകാനായിട്ട് എത്ര ഹൈറ്റ്സിൽ വേണേൽ നേടാൻ സാധിക്കുക. അതുപോലെ ആ ഹൈറ്റ്സിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ പ്രോഗ്രസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതായിട്ടുള്ള പഠനത്തിന് അവർക്ക് ഒരുപാട് ഉത്സാഹവും ഉന്മേഷവും കൂടും. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നാലാമത്തെ കാര്യം, അവരുടെ മനസ്സ് കുറേയും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും. വൈകി എഴുന്നേൽക്കുമ്പോൾ തന്നെ അയ്യോ സമയം വൈകിപ്പോയി, ആ ഒരു തോട്ട് തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. വേണ്ട കാര്യങ്ങളൊന്നും പ്രോപ്പറായി ചെയ്യാനുള്ളതായിട്ടുള്ള സമയം കിട്ടില്ല. മനസ്സിൻ്റെ ഉള്ളിൽ അവിടെ തന്നെ ഒരു ബിസി ഫീൽ ചെയ്യാൻ തുടങ്ങും. ശരീരം ഓടിയില്ലെങ്കിലും മനസ്സ് എക്സ്ട്രാ ഓടാൻ തുടങ്ങും. അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംഘർഷങ്ങൾ വരാൻ തുടങ്ങും, ടെൻഷൻ വരാൻ തുടങ്ങും, സ്ട്രെസ്സ് വരാൻ തുടങ്ങും. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നവരുടെ മനസ്സ് വളരെ സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് സ്റ്റഡിക്ക് വേണ്ടി എല്ലാം സമയം കൊടുക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് സാധിക്കും. ഒരു 4 മണിക്ക് എഴുന്നേൽക്കും, 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളെയൊന്ന് നോക്കി നോക്കിയേ, 2 മണിക്കൂർ സമയം അവർക്ക് എക്സ്ട്രാ കിട്ടുകയാണ് സ്വയം പഠിക്കാൻ, വായിക്കാൻ, തൻ്റെ കാര്യങ്ങൾ പലതും ആ സമയത്ത് ചെയ്തു തീർക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ മക്കൾക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് സമയം 2 മണിക്കൂർ എക്സ്ട്രാ കിട്ടുക എന്നുള്ളത് ഒരു വലിയ നിധി തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു സമയം കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയും. നന്നായി തുടങ്ങി തന്നെ പകുതി കർമ്മം കഴിഞ്ഞു എന്നാണ് പറയുക. അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് അവരുടെ മനസ്സിൻ്റെ ഉള്ളതായിട്ടുള്ള കൺജക്ഷൻ അഥവാ സംഘർഷം കുറവായതുകൊണ്ട് തന്നെ അവർ
അവർക്ക് തൻ്റെ കാര്യങ്ങളെയൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സ് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളൊരു ദിവസം ആരംഭിക്കുമ്പോൾ തൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതവർക്ക് അവരുടെ ഹാപ്പിനെസ്സും ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ വൈകുന്നേരം വരെയുള്ളതായിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ലെവൽ നോക്കിയാലും വൈകി ഉണർന്ന് ഹറിബറിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരാളുടെ സ്ട്രെസ് ലെവൽ നോക്കിയാലും അത് വലിയ വ്യത്യാസം കാണാം. മാനസികമായിരിക്കുന്നൊരു സുഖം അനുഭവിക്കാനായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് സാധിക്കും. പിന്നെ സയൻസും പല സ്റ്റഡിയും പറയുന്നുണ്ട്, അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ നല്ല ആരോഗ്യത്തിന് സഹായകമായിരിക്കുന്ന ഒരുപാട് ഹോർമോൺസ് അവരെ സപ്പോർട്ട് ചെയ്യും. നല്ല ആരോഗ്യവും നല്ല എക്സസൈസ് ചെയ്യാനും നല്ല ആരോഗ്യം നേടിയെടുക്കാനും അവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല തുടക്കത്തിലൂടെ ആരംഭിക്കുക എന്നുള്ളത് ഏറെ അനുഗ്രഹം തരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ പിന്നോട്ടേക്ക് പോയേക്കരുത്. പിന്നെ മാത്രമല്ല, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക, ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇലകളാണെങ്കിലും ഇരുട്ടിക്കഴിഞ്ഞാൽ ഇല എല്ലാം തന്നെ ഉറങ്ങാൻ തുടങ്ങും. കിളികൾ ചേക്കേറി ഉറങ്ങാൻ തുടങ്ങും. നേരത്തെ ഉറങ്ങുന്നവർക്ക് നേരത്തെ ഉണരാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതിരാവിലെ മുഹൂർത്തം എന്ന് പറയുന്നത് 3 മണി തൊട്ടിട്ട് ഉള്ളതായിരിക്കുന്ന 3 മണിക്കൂർ സമയം 6 മണി വരെയുള്ള സമയത്തിന് മനോഹര യാമെന്നാണ് പറയുക. ആ യാമത്തിൽ ഉണരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് ആധാരമായിരിക്കുന്ന മെലോട്ടോൺ എന്നുള്ളതായിരിക്കുന്ന ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ ബ്രെയിനിൽ പ്രൊഡക്ഷൻ നടക്കും. മാത്രമല്ല അവർ രാത്രിയിലെ 9 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും നെഗറ്റിവിറ്റിയും എല്ലാം നടക്കുന്നതായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് അതിന് അസുരയാമം എന്നാണ് പറയുന്നത്. അതേസമയം 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തിന് ഗന്ധർവയാമം എന്നാണ് പറയുക. അധികം ആൾക്കാരും ഉറക്കത്തിൻ്റെ ലോകത്തേക്ക് പോകുന്ന സമയം. അതുകൊണ്ട് അസുരയാമത്തിൽ ഉറങ്ങുകയും ഗന്ധർവയാമത്തിൽ ഉണർന്ന് മനോഹരയാമത്തെ സഫലമാക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോസ്മിക് എനർജി ആയിട്ടുള്ള കോണ്ടാക്റ്റ് കൂടും, അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന പോസിറ്റീവ് എനർജി കൂടും. അവർക്ക് ജീവിതത്തിൽ എല്ലാം വരദാനം പോലെ വന്നു ചേർന്നതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, അത് ഏറ്റവും നല്ല ശീലമാണ്. മാത്രമല്ല, പ്രകൃതിയുടെ ഓരോ ആക്ടിവിറ്റിക്കും അനുസരിച്ച് നമ്മളും പ്രകൃതിക്കൊപ്പം ചുവട് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രകൃതി നമ്മളെ ഉപദ്രവിക്കുന്നത് കുറയും. പ്രകൃതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള കാറ്റും മഴയല്ല, ഇതും ഒരു പ്രകൃതിയാണ്, പഞ്ചതത്വ നിർമ്മിതം. ഇതിൻ്റെ രോഗങ്ങളുടെ അളവ് കുറയും, ഇതുകൊണ്ടുണ്ടാകുന്ന വേദന, ഇങ്ങനെയുള്ളതായിട്ടുള്ള സംഘർഷങ്ങളുടെ അളവ് കുറയും, മനസ്സിന് സുഖം ഉണ്ടാകും. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ തരുന്നൊരു സ്വഭാവമാണ് അതിരാവിലെ ഉണരുക എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് പരിശ്രമിച്ചാണെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ അഥവാ അമൃതവേളയിൽ എഴുന്നേൽക്കാനും നമ്മുടെ കോൺഫിഡൻസ് ലെവലും സന്തോഷവും സംതൃപ്തിയും വിജയവും ഒക്കെ കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.